ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖിൽ പി വർഗീസ്. നമ്മൾ നെറ്റിൻ്റെ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് വരുന്നത്. സ്റ്റേജ് തിയറി ബൈ ഡബ്ല്യു റോസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. 5 സ്റ്റേജാണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിൽ 5 സ്റ്റേജാണ് ഉള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൻ്റെ ഒരു ടോപ്പിക്കാണ്. സ്റ്റേജ് തിയറി. 5 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? ട്രഡീഷണൽ സൊസൈറ്റി. രണ്ടാമത്തത് പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ്. അവിടുന്ന് ടേക്ക് ഓഫിലേക്ക് പോകുന്നു. ഡ്രൈവ് ടു മെച്യൂരിറ്റിയിലേക്ക് പോകുന്നു. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷനിലേക്ക് പോകുന്നു. അങ്ങനെ 5 സ്റ്റേജസിലൂടെയാണ് ഒരു എക്കണോമി ഗ്രോ ചെയ്ത് എത്തുന്നത് എന്നാണ് ആര് പറയുന്നത്? ഡബ്ല്യു റോസ്റ്റോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. ഒരുപാട് നിലയിലും ചോദ്യങ്ങൾ വരാറുള്ള ഒരു തിയറിയാണ് ഡബ്ല്യു റോസ്റ്റോയുടെ സ്റ്റേജ് തിയറി. 5 സ്റ്റേജ് തിയറി എന്ന് പറഞ്ഞാൽ 5 സ്റ്റേജസ് ഉണ്ട്. ട്രഡീഷണൽ സൊസൈറ്റി ലിമിറ്റഡ് ടെക്നോളജി ഉള്ള സൊസൈറ്റിയാണ്. രണ്ടാമത് പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ് വരുമ്പോൾ കുറച്ചുകൂടെ പതുക്കെ കൊമേഴ്ഷ്യലൈസ് ആയി തുടങ്ങുന്നതാണ്. ടേക്ക് ഓഫ് വരുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ കാണുന്ന പോലുള്ള സ്റ്റേജായി. ഡ്രൈവ് ടു മെച്യൂരിറ്റി വരുമ്പോൾ ഡെവലപ്മെൻ്റ് ആയി, ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കൊക്കെ ഡെവലപ്മെൻ്റ് ആയി. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പയർ ടു ഇന്റർനാഷണൽ ട്രേഡിലേക്കും അങ്ങനെയുള്ള അഡ്വാൻറ്റേജിലേക്കും ഒക്കെ എത്തുന്ന ഒരു സ്റ്റേജാണ് ഹൈ മാസ് കൺസംഷൻ്റെ സ്റ്റേജ്. നമുക്ക് ഓരോ സ്റ്റേജും വിശദീകരിച്ച് നോക്കാം കേട്ടോ. ഈ ഓരോ സ്റ്റേജ് നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഇവർ പറയുന്നുണ്ട്, ഇവിടെ അതിനകത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വഴി, ഇൻട്രസ്റ്റ് വഴി, അങ്ങനെ മാർക്കറ്റ് വഴിയൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് പ്രീ കണ്ടീഷനിൽ നിന്ന് ടേക്ക് ഓഫിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നത് വഴിയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. 3ൽ നിന്ന് 4ലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നാഷണൽ ഇൻകം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, സോഷ്യലായിട്ട് എക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, എന്തും ആവട്ടെ, അതുമൂലം നമുക്ക് ഈ പറഞ്ഞ പോലെ നാഷണൽ ഇൻകം 10%-അധികത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റ് വഴി ഇന്റർനാഷണൽ ട്രേഡിലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വഴി നമുക്ക് 5ാമത്തെ സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഡബ്ല്യു റോസ്റ്റോ പറയുന്നത്. പേരോർത്തിരിക്കണം, ഡബ്ല്യു റോസ്റ്റോ. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയുള്ള ഒരെണ്ണമാണ് നമുക്ക് ഈ പറയുന്നത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനകത്തെ സ്റ്റേജ് തിയറി. ഓരോ സ്റ്റേജും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റേജാണ് ട്രഡീഷണൽ സൊസൈറ്റിയുടെ സ്റ്റേജ്. പ്രധാനമായിട്ടും ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കണോമി എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും ഈ പറയുന്ന ട്രഡീഷണൽ സൊസൈറ്റി പ്രവർത്തിക്കുക. അഗ്രേറിയനാണ്. നമ്മൾ നേരത്തെ പറയാറുള്ളതാണ്, നമ്മൾ ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കണോമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ. ഇവിടെ ഏറ്റവും ലിമിറ്റഡ് ടെക്നോളജി ഉള്ള അഗ്രേറിയൻ എക്കണോമി ആയിരിക്കും ഏത്? ട്രഡീഷണൽ സൊസൈറ്റിയുടെ എക്കണോമി എന്ന് പറയുന്നത്. ഏറ്റവും ലിമിറ്റഡ് ടെക്നോളജി ഉള്ള ട്രഡീഷണൽ സൊസൈറ്റിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഏറ്റവും ലിമിറ്റഡ് ടെക്നോളജിയുടെ അഗ്രേറിയൻ ആയിട്ടുള്ള സൊസൈറ്റി. 2, സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ് കോമൺ. ക്യാഷ് ക്രോപ്സിനേക്കാളും നമ്മൾ ഈ പറയുന്ന പോലെ ഫുഡ് ക്രോപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്കണോമി ആയിരിക്കും ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചേഴ്സ് റിജിഡ് ആയിരിക്കും, ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യും. ഒരു ചേഞ്ചിനും ആ എക്കണോമി, ആ സൊസൈറ്റി വില്ലിങ് അല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ട്രഡീഷണൽ സൊസൈറ്റിയെ വളർച്ചയ്ക്ക് സമ്മതിക്കാത്ത അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ആയിട്ട് കീപ്പ് ചെയ്യപ്പെടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചേഴ്സ് റിജിഡാണ്. അത് അവർ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നവരാണ്. ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ ചേഞ്ചിന് വില്ലിങ് അല്ലാത്തവരാണ്, ചേഞ്ചിന് താല്പര്യമില്ലാത്തവരാണ്. നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഉള്ള GDP-യുടെ 5% താഴെ ആയിരിക്കും. എന്താണ് 100 കോടിയാണ് GDP എങ്കിൽ അതിൽ 5% താഴെ മാത്രമായിരിക്കും ആ രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെ ഒരു എക്കണോമിക്ക് ഗ്രോത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് ട്രഡീഷണൽ സൊസൈറ്റി ആയിട്ട് നിലനിൽക്കും. എല്ലാ എക്കണോമിയുടെയും ആദ്യത്തെ ഒരു സ്റ്റേജ് ഇങ്ങനെ തന്നെയാണ്. ട്രഡീഷണൽ സൊസൈറ്റി ആയിരിക്കും, അഗ്രേറിയൻ എക്കണോമി ആയിരിക്കും, ലിമിറ്റഡ് ടെക്നോളജി ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. അവരുടെ സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. GDP-യുടെ 5%-ലധികം ഇൻവെസ്റ്റ് ചെയ്യാൻ സാഹചര്യമുള്ളൊരു എക്കണോമി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ആ രാജ്യം ഇരിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ട്രഡീഷണൽ എക്കണോമിയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ ആദ്യം കണ്ട ഇമേജിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? ട്രാൻസിഷൻ ട്രിഗേർഡ് ബൈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഇൻട്രസ്റ്റ് ഓർ മാർക്കറ്റ്. മറ്റു മാർക്കറ്റുകളുടെ ഇൻട്രസ്റ്റുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് പ്രീ കണ്ടീഷൻ ടേക്ക് ഓഫിലേക്ക് എത്തുന്നത്. ആ സ്റ്റേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പതുക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കാൻ തുടങ്ങി. റോഡ് ഉണ്ടാകാൻ തുടങ്ങി, റെയിൽ ഉണ്ടാകാൻ തുടങ്ങി, കപ്പലുണ്ടാകാൻ തുടങ്ങി, ഹാർബേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രൈമറി ആയിട്ട്. ടെലികമ്മ്യൂണിക്കേഷൻസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം വർദ്ധിക്കുന്ന ഒരു സ്റ്റേജാണ്
പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൽ നടത്തുന്ന അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസ്ഡ് ആവാൻ തുടങ്ങി. ക്യാഷ് ക്രോപ്സിലേക്ക് പതുക്കെ അഗ്രികൾച്ചർ എണ്ണം തിരിയാൻ തുടങ്ങി എന്ന് പറയുന്നതും പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ്. പതുക്കെ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ചേഞ്ചിനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ആര് തുടങ്ങുന്നു? സൊസൈറ്റി തുടങ്ങുന്നു. മുമ്പത്തെ പോലത്തെ ഒരു റിജിഡ് സിസ്റ്റം സൊസൈറ്റിക്ക് ഇല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായി നമ്മൾ പറയുന്നത് പോലെ പതുക്കെ അക്സെപ്റ്റൻസ്, എന്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു? ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ഇന്നോവേഷനെ, പുതിയ കാര്യങ്ങളെ, പുതിയ സമീപനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ 5% താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന GDP നിന്ന് 5 മുതൽ 10% വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ, 5 മുതൽ 10% വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ നേരത്തെ അതിനു മുമ്പ് തൊട്ട് മുമ്പത്തെ ട്രഡീഷണൽ സൊസൈറ്റിക്ക് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ മെഡീവിയൽ യൂറോപ്പോ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളോ ആയിരുന്നെങ്കിൽ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിന് 18ാം നൂറ്റാണ്ടിൽ 1700കളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ സമയത്ത് ബ്രിട്ടനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റേജിലേക്ക്, നമ്മൾ ആദ്യം കണ്ട ഇമേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഫിസിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ തുടങ്ങി ഈ പറഞ്ഞ പോലെ പതുക്കെ സോഷ്യൽ പൊളിറ്റിക്കൽ എലൈറ്റിലേക്കൊക്കെ എത്തുന്ന വഴിയാണ് നമ്മൾ ടേക്ക് ഓഫിലോട്ട് എത്തുന്നതെന്ന് പറയുന്നു. നോക്കാം, ടേക്ക് ഓഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്, ചെറിയ ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു പടിയായിട്ട് പോകലോ അല്ല, റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്, പെട്ടെന്നുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഡ്രിവൺ ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ടേക്ക് ഓഫിൻ്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂസ് ഇഷ്ടം പോലെ. ടെക്നോളജി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യലല്ല, പുതിയ ടെക്നോളജികളും ഇന്നോവേഷൻസും വളരെ അധികം അളവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാനുഫാക്ചറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്? മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ വിട്ട്, നമുക്കറിയാം 3 സെക്ടേഴ്സാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, നമുക്ക് 3 സെക്ടേഴ്സാണുള്ളത്. ഇതിൽ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറിൻ്റെ സെക്ടർ വിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക്, മെക്കാനൈസേഷൻ്റെ സെക്ടറിലേക്ക് വരുന്നു. മാനുഫാക്ചറിങ്ങിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ടും നടക്കുന്നത്. പുതിയ ഇൻഡസ്ട്രീസും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായി വരുന്നു. മാനുഫാക്ചറിങ് വരും, സ്വാഭാവികമായിട്ടും ഫാക്ടറികളുടെ എണ്ണം കൂടുന്നത് പോലെ, ഇൻഡസ്ട്രികളുടെ എണ്ണം കൂടുന്നത് പോലെ എന്ത് സംഭവിക്കുന്നു? ടേക്ക് ഓഫ് സ്റ്റേജിൽ ഈ പറയുന്ന ഇൻഡസ്ട്രികളുടെ എണ്ണമോ മാനുഫാക്ചറിങ്ങിൻ്റെ എണ്ണമോ ഒക്കെ കൂടുന്നു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ എക്കണോമി താല്പര്യം കാണിക്കുന്നു. 5 മുതൽ 10% വരെ ആയിരുന്നു സെക്കൻഡ് സ്റ്റേജിലെ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിലെ നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ഇവിടെ എന്താണ്? 10% മുകളിലേക്ക്, 10% മുകളിലേക്ക്, GDPയുടെ 10%. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ശതമാനം പറയുന്നത് GDPയുടെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ, ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ സേവനങ്ങളുടെയും ചരക്കുകളുടെ എല്ലാം ആകെ പണമൂല്യത്തിന്റെ 10% അധികം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ വന്നാലേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ, 4ാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ബ്രിട്ടനാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ 10%-ലധികം GDPയുടെ 10%-ലധികം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? 4ാമത്തെ സ്റ്റേജിലേക്ക് പോകാം. ഡ്രൈവ് ടു മെച്യൂരിറ്റി എത്തിയില്ല, മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ടു മെച്യൂരിറ്റി ക്യാരക്ടേഴ്സ് തന്നെയാണ് എക്കണോമിക് ഗ്രോത്ത് ഡൈവേഴ്സിഫൈ ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞ ടേക്ക് ഓഫിൽ കണ്ട റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡൈവേഴ്സിഫൈഡ് ആവുകയാണ്. നമ്മൾ ആ സെക്ടറിൽ മാത്രം നിൽക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോർവേഡായിട്ടും ബാക്ക്വേർഡായിട്ടും ലിങ്കേജസ് വരുന്നു. സെക്ടറലായിട്ടുള്ള ഗ്രോത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എക്കണോമിക്ക് ആകെ മൊത്തത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞു. രാജ്യം മുഴുവൻ അല്ലെങ്കിൽ എക്കണോമി മുഴുവൻ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞാൽ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വിധേയമാകുകയോ അല്ല, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാകുകയാണ്, എക്കണോമിക്ക് ആകെ മൊത്തം ഉണ്ടാകുകയാണ്. ഒരു സ്ഥലത്ത് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമോ ഒതുങ്ങുന്ന പോലുള്ള ടെക്നോളജി അല്ല, മൊത്തം എക്കണോമിയിലും ടെക്നോളജി ടേക്ക് ഓവർ ഉണ്ടാകുകയാണ് നമ്മൾ ഈ പറയുന്ന ഡ്രൈവ് ടു മെച്യൂരിറ്റിയിൽ സംഭവിക്കുന്നത്. മുമ്പേ പറഞ്ഞല്ലോ, 3ാമത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ, 3ാമത്തെ സ്റ്റേജിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നത് പോലെ തന്നെ പുതിയ ഇൻഡസ്ട്രീസ് എവിടെയും വരുന്നു. 4ാമത്തെ സ്റ്റേജിലും എണ്ണം കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 5ാമത്തത് ഫോക്കസിങ് ഓൺ ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജീസ്. നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ, 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ച കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്, അവരെ ഇംപ്രൂവ് ചെയ്യുന്നതിലും കൂടെ 4ാമത്തെ സ്റ്റേജിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ഇവിടെ 4ാമത്തെ സ്റ്റേജിൽ നിന്ന് 5ാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ നമുക്ക് എത്ര ശതമാനം GDPയുടെ എത്ര ശതമാനം ഇൻവെസ്റ്റ്മെന്റ് വേണം? മുമ്പേ 10%-ലധികമായിരുന്നെങ്കിൽ അത് 10 മുതൽ 20% വരെ, 15 ആവാം, 18 ആവാം, 17 ആവാം, അല്ലെ? 10% മുകളിലേക്ക് 20% വരെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് പോകാം? ഡ്രൈവ് ടു മെച്യൂരിറ്റിയിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഡ്രൈവ് ടു മെച്യൂരിറ്റി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് റോസ്റ്റോയുടെ ലാസ്റ്റ് സ്റ്റേജാണ്, അല്ലെങ്കിൽ റോസ്റ്റോ പറയുന്ന ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത് ഏതാണ്? ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ.
ഹൈ മാസ് കൺസംഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ഇൻഡസ്ട്രിയിൽ നിന്ന് കൺസ്യൂമർ ഗുഡ്സിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും, ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞല്ലോ ഇൻഡസ്ട്രിയിൽ നിന്ന് പതുക്കെ കൺസ്യൂമർ ഗുഡ്സിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സർവീസ് സെക്ടർ ഡോമിനൻ്റ് ആവും. 3 സെക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ സെക്ടർ ആദ്യത്തെ എന്തായിരുന്നു, ട്രഡീഷണൽ സൊസൈറ്റിയുടെ സ്റ്റേജ് പറഞ്ഞപ്പോൾ ഉണ്ടായത് എന്തായിരുന്നു, ട്രഡീഷണൽ സൊസൈറ്റിയുടെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു അഗ്രേറിയൻ എക്കണോമിയാണ്. ലിമിറ്റഡ് ടെക്നോളജി മാത്രമുള്ള അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു പ്രൈമറി ഏറ്റവും ആദ്യത്തെ ട്രഡീഷണൽ സൊസൈറ്റിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ സെക്കൻഡറി സെക്ടറിലേക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ സ്റ്റേജുകളിൽ, അതായത് പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിലും ഡ്രൈവ് ടു മെച്യൂരിറ്റിയിലും നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രി ശക്തിപ്പെടുത്തണം, മാനുഫാക്ചറിങ് വർദ്ധിക്കണം, പുതിയ ഇൻഡസ്ട്രീസ് വരണം, പുതിയ ടെക്നോളജി വരണം, അത് എക്കണോമിയെ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്തിനൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ 5ാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഏതായി ഡോമിനൻ്റ്, സർവീസ് സെക്ടറായി ഡോമിനൻ്റ്. അഗ്രികൾച്ചർ കഴിഞ്ഞു, 3 സ്റ്റേജ് ഇൻഡസ്ട്രി കഴിഞ്ഞു. 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് വന്നു, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷനിൽ നമ്മുടെ ഡോമിനൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. ഫോക്കസ് ഓൺ ലിഷർ ആൻഡ് റിക്രിയേഷൻ. നമ്മൾ ഈ പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതൊക്കെ നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കണ്ടമാനം ജോലി ചെയ്ത് എക്കണോമി വളർത്തുന്നത് നോക്കി പതുക്കെ ലിഷറിലോട്ടോ റിക്രിയേഷനിലോട്ടോ ഒക്കെ ഇറങ്ങി വരുന്നു. ഹൈ ലെവൽ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ചിലവാക്കാൻ ഓരോ മനുഷ്യൻ്റെയിലും ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ടാക്സ് അടച്ചതിന് ശേഷം ചിലവാക്കാനുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ആ ഡിസ്പോസിബിൾ ഇൻകം എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ആളുകൾക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. എൻ്റെ കയ്യിൽ അധികം പൈസ ഡിസ്പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ കുറച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കും, ഞാൻ കുറച്ച് റിക്രിയേഷൻ സമയം സ്പെയർ ചെയ്യും, അല്ലേ? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വന്ന് നിൽക്കുന്നത്. എല്ലാ വർഷവും ആ സ്റ്റേജിൽ തുടരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 20%-ലധികം GDP ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റേജിൽ തുടർന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. വേൾഡ് വാറിനൊക്കെ ശേഷം ഇപ്പോൾ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാ അവസ്ഥ ഇങ്ങനെയാണ്. ഉള്ള GDP-യുടെ 20%-ലധികം 5-1 ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഉണ്ട്. മനസ്സിലാക്കുക, ആ സ്റ്റേജിൽ കൺസംഷൻ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ സർവീസ് സെക്ടറിനായിരിക്കും ഇമ്പോർട്ടൻസ്, സർവീസ് സെക്ടർ ആയിരിക്കും ഡോമിനൻ്റ്. നേരത്തെ വിപരീതമായി ലിഷറിനും റിക്രിയേഷനും ആളുകൾ കൂടുതൽ സമയം സ്പെയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഹെവി ഇൻഡസ്ട്രിയിൽ നിന്ന് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ആളുകൾ കൺസ്യൂം ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഹെവി ഇൻഡസ്ട്രിയിൽ നിന്ന് എങ്ങോട്ടാണ്, കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ആണ്. അങ്ങനെ 5 സ്റ്റേജസ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു ട്രഡീഷണൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു, ട്രഡീഷണൽ സൊസൈറ്റി അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു, ടെക്നോളജി കുറവായിരുന്നു, സൊസൈറ്റി റിജിഡ് ആയിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിന് വേണ്ടുന്ന കണ്ടീഷൻസ് എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് തുടങ്ങി. നമ്മൾ അഗ്രികൾച്ചർ ഫുഡ് ക്രോപ്സിൽ നിന്ന് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൽ നിന്ന് കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് എത്തി. അഗ്രികൾച്ചർ മുമ്പേ ടെക്നോളജി ഇല്ലായിരുന്നില്ല, അത് ടെക്നോളജി ഉള്ളതാക്കിയെടുത്തു. 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻഡസ്ട്രി കോൺസെൻട്രേറ്റ് ചെയ്തു, ഇൻഡസ്ട്രിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തുടങ്ങി, റാപ്പിഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിലോട്ട് എത്തി. 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു, എക്കണോമിക് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്തു, ടെക്നോളജികൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു എക്കണോമിയുടെ ഒരു ഭാഗത്ത് മാത്രം നിൽക്കാത്ത പോലെ എക്കണോമി മുഴുവനായിട്ടും ടെക്നോളജി ടേക്ക് ഓവർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഹെവി ഇൻഡസ്ട്രിയിൽ നിന്ന് കൺസ്യൂമർ ഗുഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് നമ്മുടെ ഡോമിനൻസ് എവിടോട്ട് വന്നു, സർവീസ് സെക്ടറിലോട്ട് വന്നു. അതാണ് 5 സ്റ്റേജസ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, റോസ്റ്റോഡ് തിയറിക്കകത്ത് പറയാനുള്ളത്. ഇതിന് 3 ക്രിറ്റിസിസംസ് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, വെസ്റ്റേൺ സെൻട്രിക് ബേസിസ്. വെസ്റ്റേൺ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഇവിടെ ഉണ്ടായിരുന്നു, വെസ്റ്റേൺ എക്കണോമികളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ഈ പറയുന്ന പോലെ ലീനിയർ ആയിട്ട് ഇങ്ങനെ എല്ലാ സ്റ്റേജും കടന്ന് പോകും എന്നാണ് റോസ്റ്റോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ക്രിറ്റിസിസമായിട്ടാണ് മാർക്ക് ചെയ്യപ്പെട്ടേക്കുന്നത്. 2, നെഗ്ലക്ട്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഒരു പൊളിറ്റിക്കൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതോ ഒരു യുദ്ധം ഉണ്ടാകുന്നതോ ഒന്നും ഈ പറയുന്ന സ്റ്റേജ് തിയറിക്ക് ഏതൊരു സ്റ്റേജിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് റോസ്റ്റോ ഒരു അർത്ഥം മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ അതും ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. പിന്നെ 3ാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുന്നത്. GDP-യുടെ ഇത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, എംഫസിസ് കൂടുതൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയാവുന്നത് ആണ്. അങ്ങനെ 3 ക്രിറ്റിസിസമാണ് റോസ്റ്റോയുടെ തിയറിക്കുള്ളത്. 5 സ്റ്റേജാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞു. 5 സ്റ്റേജിൽ കടന്നു വന്ന് 5 സ്റ്റേജിനോട് നമുക്ക് ഈ പറഞ്ഞ ഇത്ര ക്രിറ്റിസിസംസ് ആണുള്ളത്. ഇനി നമുക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ കാണാനില്ല, എന്നാലും നമ്മൾ പറയാവുന്ന ഒരു ചോദ്യം, ഇത് ശരിക്കും ഒരു മാത്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം ഏതാണ് ഈ പറഞ്ഞത്. ഇത് ശരിക്കും റോസ്റ്റോയുടെ ചോദ്യം, റോസ്റ്റോയുടെ പേര് മാത്രം അറിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. നോക്കാം. കാൾ മാക്സ് ഇതിലേത് തിയറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആഡംസ് ഇതിലേത് തിയറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, റോസൻസ്റ്റൈനാണ് ഇതിലേത് തിയറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, റോസ്റ്റോ ഇതിലേത് തിയറിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കിത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയേണ്ടത് റോസ്റ്റോയുടെ കാര്യമാണ്. നമുക്കിപ്പോൾ പഠിച്ചത് റോസ്റ്റോയുടെ കാര്യമാണ്. നമുക്ക് റോസ്റ്റോയുടെ കാര്യം എളുപ്പത്തിൽ പറയാം, അല്ലേ? ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന
ഇതിലേക്കാണ് റോസ്റ്റോ വരുന്നത് അല്ലേ. നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു ട്രഡീഷണൽ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ 3 വരുന്ന ഏതെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ നമുക്ക് ഇതിന് ഉത്തരം പറയാനായിട്ട് പറ്റും. ശരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കി 3 എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് ഇതിനകത്തുനിന്ന് പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഡി എന്ന് പറയുന്നത് 3 ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷുവറായിട്ട് ഉത്തരവാദമായിരിക്കും. എന്നാലും നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാം. റോസൻസ്റ്റൈൻ ഡൊണാൻ്റെ തിയറി ഏത് തിയറി ആയിരുന്നു? ബിഗ് പുഷ് തിയറി ആയിരുന്നു. ഇതും ഡെവലപ്മെന്റ് എക്കണോമിക്സിന്റെ ഭാഗമാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ്. ആഡം സ്മിത്തിന്റെ തിയറി ഏതായിരുന്നു? ആഡം സ്മിത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ തിയറിയാണ്. നമ്മൾ മൈക്രോ മുതൽ കേട്ട് വരുന്ന കാര്യമാണ്. ആഡം സ്മിത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ തിയറി ആയിരുന്നു. കാൾ മാർക്സിന്റെ റിസർവ് ആർമി തിയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം. നമുക്ക് ഈ റോസ്റ്റോയുടെ ഉത്തരം മാത്രം അറിയാമെങ്കിൽ, റോസ്റ്റോയുടെ സ്റ്റേജ് തിയറി മാത്രം അറിയാമെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. റോസ്റ്റോയുടെ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന ആദ്യ സ്റ്റേജാണ് അവർ മാച്ച് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. വളരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇത്രയധികം 14,550 അധ്യാപകരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡ്രീംസിനെ, നിങ്ങളുടെ പാഷനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അധ്യാപന ജോലി സ്വപ്നം കാണുന്ന എല്ലാവരെയും സെറ്റായാലും നെറ്റായാലും കേറ്ററ്റായാലും ഏതൊരു എക്സാമിനും ആവശ്യമുള്ള രീതിയിൽ നിങ്ങളെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതാൻ പ്രാപ്തരാക്കുക എന്ന് പറയുന്നതിൽ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന 14,550 അധ്യാപകരെ ഈ പറയുന്ന എക്സാമുകളിൽ നിന്നെല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റിയെന്ന് പറയുന്നത്. ഈ പറയുന്ന എക്സാം എല്ലാം പാസ്സായി ഇവിടുന്ന് 14,550 അധ്യാപകരുണ്ടായി എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. തീർത്തും ചെറിയൊരു കാര്യമല്ല, തീർത്തും ചെറിയൊരു നമ്പരുമല്ല. ഇത് വളരെ തീരെ ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ടാണ് ഇത്രയും പേരെ സൃഷ്ടിക്കാൻ പറ്റിയെന്ന് പറയുന്നത്. അത് ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കിരീടത്തിൽ ചെറിയൊരു തോല് മാത്രമായിട്ടേ കരുതാൻ പറ്റുള്ളൂ. കാരണം ഇനിയും അധികം പേര് ഇതിനകത്ത് വരാനുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജൂൺ 2025 വിക്ടറി ബാച്ചിൽ നെറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് നെറ്റും JRF ഒക്കെ ഒരുമിച്ച് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. താങ്ക്